സൗഹൃദവേദിയുടെ പ്രസിഡന്റുമായ ശ്രീ ഷാജുകുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഇതിന്റെ സെക്രട്ടറി ശ്രീ ബാബു, ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയനായിട്ടുള്ള പ്രവാസി റേഡിയോയുടെ ഡയറക്ടർ ഡോക്ടർ ചന്ദ്രസേൻ സാർ, ശ്രീ സത്യ സാർ, ഈ സംഘടനയുടെ ട്രഷററായിട്ടുള്ള ശ്രീ മനോജ്, വേദിയിലിരിക്കുന്ന ഈ സ്കൂളിന്റെ മാനേജർ ശ്രീ സുഭാഷ്, ഈ സൗഹൃദവേദിയുടെ ആദരണീയരായിട്ടുള്ള അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നെ ഇവിടെ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അജിത് കോവിന്ദ്, ഇതിന്റെ പ്രസിഡന്റ് ഷാജുകുമാർ, ഈ സൗഹൃദവേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ അധ്യക്ഷനായിട്ട് നിങ്ങളോടെല്ലാം വളരെ കാര്യമായിട്ട് നിങ്ങളുടെ സംഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞു. ആദ്യമേ തന്നെ എനിക്കറിയാം, എന്നെ ഈ വേദിയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു ആദരണീയനായിട്ടൊരാള് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ്, ചടങ്ങുകളിൽ മാത്രമാണ് പോകുന്നത്. കാരണം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്തെങ്കിലും എന്റെ വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഏത് സമയവും നമ്മൾ പറയുന്ന കാര്യങ്ങള് വൈറലാകുന്ന ഒരു സമയമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടോ എന്റെ ആ ഒരു ആവേശം കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞ് അത് വൈറലാവുകയും അതൊരു വിവരക്കേടാവുകയും ചെയ്താൽ എന്റെ കാര്യത്തിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വിറയലാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ സംസാരിക്കുന്നത്. ചിറയൻകീഴില് ശാർക്കര അമ്മയുടെ ഈ നാട്ടില് ഞാനൊരു 25 വർഷത്തിന് മുമ്പ് സബ് ഇൻസ്പെക്ടറായിട്ട് വന്നതാണ്. ഞാൻ ആറ്റിങ്ങില് SI ആയിരുന്നിട്ടുണ്ട്, CA ആയിരുന്നിട്ടുണ്ട്, DVSP ആയിരുന്നിട്ടുണ്ട്. ചിറയൻകീഴ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നിട്ടുണ്ട്. കടയ്ക്കാവൂര് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. വർക്കലയിൽ ഞാൻ 2 പ്രാവശ്യം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. പരവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയും അങ്ങനെ ആറ്റിങ്ങലിനോടടുത്ത് തന്നെ ഞാനൊരു അല്പ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വീടൊക്കെ വെച്ച് ഞാനും ഒരു ആറ്റിങ്ങലുകാരനായിട്ട് മാറുകയാണ് ചെയ്തത്. 25 വർഷത്തിന് മുമ്പ് ഞാൻ ചിറയൻകീഴ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്തുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാനും അജിത് മാഷും ഒക്കെ ആയിട്ട് ആ ഒരു കാലഘട്ടത്തോട്ടെ സൗഹൃദമുള്ള ഒരാൾക്കാരാണ്. എന്നോട് ഒരുപാട് സൗഹൃദമുള്ള ഒരുപാട് കൂട്ടുകാരെല്ലാം ഉള്ള നാടാണ്. എന്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ MA പഠിക്കുന്ന സമയത്തുള്ള എന്റെ കൂട്ടുകാരെ ചിറയൻകീഴിലുണ്ട്, എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളവർ. ഈ സൗഹൃദ വേദി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൾഫ് റിട്ടേണീസ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാം ഈ വേദിയിലിരിക്കുന്നതെല്ലാം ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു സംഖ്യയാണ് ഇവിടെ ഉള്ളത്. വളരെ ചുരുക്കം കുറെ കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്. എന്റെ ഗുരുനാഥന്മാരെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, എന്റെ മാതാപിതാക്കളെ പോലെ പ്രായമുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഓണത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ള നമ്മുടെ പഴയകാല ഓണത്തിന്റെ ഓർമ്മകളിലും ഈ ഒരു നവീനമായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും മാറ്റങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കാണുകയും നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഓരോ കാലഘട്ടങ്ങളിൽ പോവുകയും അവിടെ നമ്മുടെ എല്ലാവരുടെയും രക്തം വിയർപ്പാക്കി സമ്പാദിച്ച ആ സമ്പാദ്യമാണ് കേരളത്തിൽ ഇന്ന് കാണുന്നതായിട്ടുള്ള വികസനങ്ങളുടെ എല്ലാം ആകെത്തുക എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ വർഷവും ആ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മരുഭൂമിയിലും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഹാർഡായിട്ടുള്ള വർക്കിംഗ് പ്ലേസിലും എല്ലാം നമ്മൾ ജോലി ചെയ്ത് അവിടെ നിന്ന് സമ്പാദിക്കുന്നത് നാട്ടിലുള്ള തന്റെ കുടുംബത്തിലേക്ക് അയക്കുകയും തന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും എല്ലാം അല്ലെങ്കിൽ മറ്റുള്ള സൗഹൃദങ്ങൾ നാട്ടിലുള്ള ആൾക്കാരുടെയും ബന്ധുക്കളുടെയും എല്ലാം ഓണവും അവരുടെ ആഘോഷവും ഒക്കെ നമ്മൾ വിദേശത്തൊക്കെ ഇരുന്ന് കാണുകയും
അപ്പോൾ നമ്മുടെ അറിയാതെ നമ്മുടെ ഗൃഹാതുരത്വം നമുക്ക് ആ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കും ഇടപെടലുകളിലേക്കും നമ്മളെല്ലാം സൗഹൃദം നാട്ടിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത് അതെല്ലാം നമ്മൾ ആ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വരും. അപ്പോഴും എന്തെങ്കിലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളുടെ കഷ്ടപ്പാടിൽ നിന്നും ഉയർപ്പിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും മറ്റുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വികസിപ്പിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇപ്പം ഒരു സ്വസ്ഥമായിട്ടുള്ള നമ്മുടെ നാട്ടിന്റെ ഒരു ഓണത്തില് അതിന്റെ ഒരു ആഘോഷത്തിലാണ് ഇപ്പൊ തിരിച്ച് നമ്മുടെ നാട്ടിലെ തിരിച്ച് ഈ ഒരു ഓണത്തിന്റെ കാര്യത്തിലേക്ക് വന്നു. നിങ്ങൾ നാട്ടിൽ ഇപ്പൊ നമ്മുടെ നല്ല സൗഹൃദത്തിന്റെ ഒരു ഓണമാണ് ഈ വേദിയിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വേദിയിരിക്കുന്ന ഒരു മനുഷ്യർക്കും നിങ്ങൾ ആർക്കും ഒരു പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും യാത്ര തുടങ്ങുകയും ഈ വളരെ കുറച്ചു പേരുള്ള ഈ ഒരു സൗഹൃദ വേദിയിൽ ഇന്ന് വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എന്റെ ജീവിത സാഹചര്യത്തിന്റെ ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടുന്ന് ഒരു ഏകദേശം 35-40 കിലോമീറ്റർ മാറിയുള്ള ഒരു ഏറ്റവും ദുർഘടമായിട്ടുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി 8 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് ഒരു ട്രൈബൽ സ്കൂളിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും 16 കിലോമീറ്റർ നടന്ന് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്ത് 1 തൊട്ട് 4 വരെ പഠിച്ചു. അതിനുശേഷം അതുപോലെ തന്നെ അത്രത്തോളം കിലോമീറ്ററുകൾ നടന്ന് ഭരതന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. പ്രീ ഡിഗ്രിയും ഞാൻ ഇക്ബാൽ കോളേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മലയോര മേഖലയിലുള്ള ഒരു കോളേജിൽ പഠിച്ചു. ഈ പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഏക മകനാണ്. എൻ്റെ അച്ഛൻ ഒരു ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. ജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മളെല്ലാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ഉച്ചയ്ക്ക് 11 മണിക്കുള്ള ടിഫിനൊക്കെ കൊടുത്ത് ബസ്സിലേക്ക് കയറ്റി വിട്ട് 11 മണിക്ക് ശേഷം സ്കൂളിലെ ടീച്ചറെയോ ബാക്കിയുള്ളവർ വിളിച്ചിട്ട് മകനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, സ്നാക്സ് കഴിച്ചിട്ടുണ്ടോ, തിരിച്ചു വരുന്ന സമയത്ത് വളരെ കാര്യമായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ അന്ന് 1 തൊട്ട് 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിരുന്നത് ഞാൻ പഠിച്ച് ഈ ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാകുമെന്നോ അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വന്ന് നിങ്ങളെ ഇങ്ങനെ അഭിസംബോധിക്കുന്ന ഒരു പദവിയുടെ ഒരു ഉദ്യോഗമുള്ള ഒരാളാകുമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നേ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ അന്ന് പോയിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും ഒരു പക്ഷേ എന്നെ സ്കൂളിലേക്ക് അയച്ചിരിക്കുന്നത് എന്റെ മകൻ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഉച്ചക്കഞ്ഞി കഴിച്ചാൽ അവന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട ഒരാളാണ്. ഞാൻ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള നമ്മുടെ ടിഫിനൊന്നുമല്ല. അന്ന് ഉച്ചക്കഞ്ഞിക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ നമ്മുടെ എല്ലാ നാട്ടിലുള്ള വട്ടത്താമര ഇല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇലയുണ്ട്. അതെല്ലാം ആ ഇല പറിച്ച് ഏറ്റവും വലിയ ഇല നോക്കി പറിച്ച് അത് മടക്കി പോക്കറ്റിലേക്ക് ഇടും. അന്ന് എന്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ഇല കൊണ്ടുപോയാൽ കൂടുതൽ ഭക്ഷണം അതിനകത്ത് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ സ്കൂളിലേക്ക് പോയി. ആ യാത്രയില് വിശപ്പില് എല്ലാം എന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം ഒരു ക്ലാസ്സും പോലും പഠിക്കാത്ത ഒരു നിരക്ഷരായ ഒരു അമ്മയുടെ മകനായി 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു അച്ഛന്റെ മകനായും വളർന്നിട്ടും ആ അച്ഛനും അമ്മയും കൂലിവേലയിൽ ചെയ്ത് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് അവരെന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ആ വിശപ്പിലും ദാഹത്തിലും എല്ലാം എന്നെ കൂടെ കൂട്ടുചേർത്ത് നെഞ്ചോട് ചേർത്ത എന്റെ മാതാപിതാക്കൾ അവർ ഈ അടുത്ത സമയത്ത് എന്നെ വിട്ടുപിരിഞ്ഞു പോയി. ഞാൻ ഇന്ന് ഇവിടെ നിന്നു നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നുവെങ്കിൽ
എന്നെ അതിന് പ്രാപ്തമാക്കിയ ആ രണ്ട് വ്യക്തിത്വങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഏകദേശം 34 വർഷമായി ഗവൺമെന്റ് സർവീസിൽ വന്നിട്ട്, 31 വർഷം പോലീസിലെ വിവിധ തുറകളിൽ ജോലി ചെയ്ത്, അതിന് മുമ്പ് 3 വർഷത്തോളം ഒരു ഗവൺമെന്റിൽ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തതിനു ശേഷമാണ് പോലീസിലേക്ക് വരുന്നത്. എന്റെ 34 വർഷത്തെ ഈ ജീവിതത്തിനിടയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാനും കേൾക്കുവാനും എനിക്ക് പ്രവർത്തിക്കാനും പറ്റിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളിപ്പോ ഇതിനകത്ത് വളരെ കുറച്ച് മാത്രം കുഞ്ഞുങ്ങളുള്ളതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോ ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? ഈ വേദിയിൽ ഇരിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരെയാണ് ഇഷ്ടം കൂടുതൽ? ഭർത്താവിനെയാണോ, ഭാര്യയാണോ, മകനെയാണോ, മകളെയാണോ, അതേ മാതാപിതാക്കളെയാണോ? ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാം? പാരന്റ്സ്. ഓക്കെ. നമ്മളെല്ലാം ഈ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, നമ്മളെല്ലാവരും വിദ്യാഭ്യാസം നടത്തുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയല്ലേ? നിങ്ങളെല്ലാവരും പഠിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാ? ഒരു ജോലി സമ്പാദിക്കുവാൻ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുന്നത്? അറിവ് കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ജോബ് സെക്യൂർ ചെയ്തു ഒരു നല്ല ഫ്യൂച്ചർ കാണുക എന്നുള്ളതാണ്. നല്ലൊരു ജോലി സമ്പാദിച്ച് ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. ഞാൻ ഈ വേദിയിലിരിക്കുന്നതോട് ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ടായാണല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന കല്യാണം കഴിച്ചൊരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, എവിടെ നിന്നാണ് പഠിച്ചത്? ഇതിൽ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് നമ്മളെല്ലാവരും 21 വയസ്സ് പുരുഷന്മാരും 18 വയസ്സ് പെൺകുട്ടികളും ആയതിനു ശേഷം ഒരു കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുന്ന നമ്മൾ എവിടെ പോയിട്ടാണ് പഠിച്ചത്? ഏത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചതാണ് ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അച്ഛനും അമ്മയും. ഓക്കെ. നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിച്ചത്? കുടുംബജീവിതം എങ്ങനെയാണെന്ന് പഠിച്ചത്. നമ്മുടെ മാമനും മാമിയും അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനും ചേട്ടത്തിയും അവര് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആദ്യമായി കാണുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിതം, അതാണ് അവിടെ നിന്നാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയിട്ട് നമ്മളെല്ലാം സമ്പാദിച്ചിട്ട് കോടീശ്വരന്മാരായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കുടുംബമില്ലാതെ പോയാലോ? നിങ്ങൾ വളർത്തിയ ഏറ്റവും വലിയ മിടുക്കുകളായിട്ടുള്ള മകനും മകളും നമ്മൾ അവിടെ നിന്ന് സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന ഭാര്യയെ നമുക്കില്ലാതായാലോ? ഇന്ന് സമൂഹത്തിൽ കാണുന്നത് 90% അങ്ങനെയാണ്. അപ്പോഴേ നമ്മുടെ ഏറ്റവും, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ എല്ലാവരും ഏറ്റവും മകനെയും മകളെയൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ഒരു ആളായിട്ട് മാറ്റുവാൻ വേണ്ടിയാണ് എനിക്ക്. ഈ ലോകത്തെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ആള് ഇപ്പം എലോൺ മസ്കിനോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഇനിയുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ നമ്മുടെ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചിട്ട് അവരോട് ചോദിക്കപ്പെടും. ലോകത്തെ ഏറ്റവും വലിയ കിടുകിട വിറപ്പിച്ച് ലോകം കീഴടക്കിയിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത്
അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം അനുസരിച്ച് തന്റെ കൈകൾ ആ ശവപ്പെട്ടിയുടെ ഇരു സൈഡിലേക്ക് മലർക്കെ വെച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര നടത്തിയതാണ്. അപ്പൊ ലോകത്ത് തിരിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ബാക്കിയുള്ളതെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമായിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുന്നിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ എല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ ജനിച്ച സ്ഥലം തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഉൾഗ്രാമത്തിലെ ഒരു പേപ്പർ ബോയിയായിട്ട്, അല്ലെങ്കിൽ പേപ്പർ ഇടാൻ കൊണ്ടുപോകുന്ന ഒരു സൈക്കിളിൽ പേപ്പർ ഇടുന്ന ഒരു മനുഷ്യനായി ജനിച്ചിട്ട് തന്റെ വിദ്യാഭ്യാസത്തെ മുറുകെ പിടിക്കുകയും അവസരങ്ങളെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങളെ അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ മിടുക്കനായിട്ടുള്ള ശാസ്ത്രജ്ഞനായി മാറിക്കൊണ്ട് ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വാക്കുകളില് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ എല്ലാവരും എപ്പോഴും പഠിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മളെല്ലാവരും പഠിച്ച് ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായി മുന്നോട്ട് വരുവാനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ പറഞ്ഞത്, ദി ബെസ്റ്റ് ബ്രെയിൻ ഓഫ് ദ നേഷൻ മേ ബി ഫൗണ്ട് ഓൺ ദ ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദ ക്ലാസ് റൂം. ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്കൂളിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കാൻ വേണ്ടി പോയി ഇരുന്നൊരു മനുഷ്യനാണ്. ഏത് സാറ് വന്നിരുന്നാലും നമ്മൾ അടിച്ചിരിക്കും. കാര്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, അടി കൃത്യമായി കിട്ടിയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ളവർ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബ്രെയിൻ ഉള്ളവർ പക്ഷേ ചിലപ്പോഴൊക്കെ ചില ക്ലാസ് റൂമിന്റെ പിന്നിൽ മാറിയിട്ടുള്ളവരുണ്ടായിരിക്കാം. നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഇപ്പൊ ഷാജുകുമാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദേശത്തേക്ക് പോയി 10-20 വർഷം അവിടെ താമസിച്ചിട്ട് വന്ന് പ്രവാസ ജീവിതം നടത്തി അദ്ദേഹത്തിന്റെ ഏണിംഗ് ഒക്കെ കൊണ്ടുവന്ന് നാട്ടിൽ നല്ല സമ്പന്നമായ രീതിയിലേക്ക് മാറ്റിയ ഒരാളാണ്. അതുപോലെ ഇവിടെ അല്ലെങ്കിൽ അവിടെ പോകാതെ ഇവിടെ വിദ്യാഭ്യാസം നടത്തി ഈ ഇരിക്കുന്ന എന്റെ വേദിയിൽ ഇരിക്കുന്നവര് മിടുക്കരായിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആര് വേണമെങ്കിലും ആകാൻ കഴിവുള്ളവരാണ് ഈ വേദിയിലിരിക്കുന്നവരെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മളെ അവസരങ്ങളെ നമ്മളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അടുത്ത ഒരു യജമാനന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ പട്ടിയുടെ മുന്നിലിരിക്കുന്ന ആഹാരം കണ്ടിട്ട് അടുത്ത ജന്മത്തില് അതുപോലെ ആ ഒരു യജമാനന്റെ വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയെന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ വിദ്യാഭ്യാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ MA എക്കണോമിക്സിന് ഫസ്റ്റ് റാങ്കും സ്വർണ്ണ മെഡലും വാങ്ങിച്ച് വിദേശ രാജ്യത്ത് പോയി പഠിച്ച് വിദ്യാഭ്യാസത്തെ മുറുകെ പിടിച്ച മനുഷ്യൻ ഇന്ത്യയുടെ 9ാമത്തെ വൈസ് പ്രസിഡന്റും 10ാമത്തെ പ്രസിഡന്റുമായി മാറിയ KR നാരായണൻ ജനിച്ച മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത നിങ്ങൾ കുഞ്ഞാമൻ എന്ന് പറഞ്ഞ ഡോക്ടർ കുഞ്ഞാമൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എതിരെന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹത്തിന്റെ ഏർലി ഏജില് വിദ്യാഭ്യാസം വളരെ ദുഷ്കരമായ പീരീഡില് അദ്ദേഹത്തിന്റെ കുഞ്ഞു സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരു തറയിൽ ഒരു കുഴി കുഴിച്ച് അവിടെ ഇലയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പട്ടി ഒരാളിന്റെ പട്ടി അഴിച്ചു വിട്ടിട്ട് ആ പട്ടിയുടെ കടി കൊണ്ട് ആ ഇലയിലെ കഞ്ഞി പോയിട്ടും ആ കഞ്ഞി കോരി കുടിച്ച മനുഷ്യൻ അതുപോലെ തന്നെ എക്കണോമിക്സിൽ ഫസ്റ്റ് റാങ്കും സ്വർണ്ണ മെഡലും വാങ്ങി ഇന്ത്യയിലെ അറിയപ്പെടുന്ന ധനതത്വ ശാസ്ത്രജ്ഞനായി മാറിയ അദ്ദേഹത്തിന്റെ നാടാണ്. നമുക്ക് നമ്മുടെ അവസരങ്ങളെ നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴ് ഞാൻ പറഞ്ഞത് ഈ ഒരു സൗഹൃദ വേദിയില് ഇവിടെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എന്റെ തൊട്ടടുത്തിരുന്ന എന്റെ ഗുരുനാഥനിൽ കാരണവരായി ഒരാള് ഷാജുകുമാറിന്റെ ഒരു ലെറ്റർ കൊടുത്തിട്ട് ഇത് ഒരാളിന് വേണ്ടിയുള്ള മെഡിക്കൽ സഹായത്തിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാവരും നമ്മുടെ മക്കളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ഏതെങ്കിലും നമ്മുടെ തലമുറയിൽ പെട്ടിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായ ഇത് എത്ര പേർക്ക് നമ്മുടെ സ്വന്തം മക്കളെ ഒന്ന് ശാസിക്കാൻ കഴിയും?
നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അവരിടുന്ന ഒരു വസ്ത്രം നമുക്ക് അത് ഇത് വേണ്ട എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന എത്ര മാതാപിതാക്കളുണ്ട്? എത്ര മക്കൾ നിങ്ങളുടെ മുറിയിലേക്ക് അവർ ദേഷ്യത്തോടെ അടച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇരിക്കാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കളുണ്ട്? ഞാൻ പറയുന്നത് നമ്മളെ ഏറ്റവും അനുഗ്രഹീയമായ, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ പേരാണ്. ഞാൻ ഇന്ന് വന്നില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ പോകും. എനിക്ക് സഹോദരങ്ങളോ സഹോദരിയില്ല. ഞാൻ എന്റെ കുടുംബ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്റെ അച്ഛനും അമ്മയുടെയും മരിച്ചുപോയ എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിരിക്കുന്ന മുഖമുള്ള 2 ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ചെല്ലുന്ന ദിവസം എന്റെ അച്ഛന്റെയും അമ്മയുടെയും നടയിലുള്ള ആ നിലവിളക്കിൽ തിരി കൊളുത്തി അത് അണയുന്നവരെ ഇരുന്നിട്ട് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും സൗഹൃദം സംസാരിക്കും. അവരോട് എനിക്ക് ചെയ്യാൻ അവര് ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ അത് എനിക്ക് ഓർത്ത് ക്ഷമ ചോദിക്കാനും ഞാൻ ചെയ്തിരിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ആ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയോടും പറയും. അവരെന്ത് തിരിച്ചു പറയുമെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ അച്ഛനെയും അമ്മയും അത്രത്തോളം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും നോക്കിയേ, നമ്മളെല്ലാവരും എല്ലാ ദിവസവും കണ്ണാടി എടുത്ത് നോക്കിയിട്ട് മുഖം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞുപോയി കൂടിപ്പോയി അല്ലെങ്കിൽ നമുക്ക് എത്തും അല്ലെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും തരത്തില് കല്യാണം പെണ്ണ് കാണാൻ പോയ സമയത്ത് അച്ഛനൊന്നും അല്ലെങ്കിൽ അമ്മ സെലക്ട് ചെയ്തിരിക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനെ ഒന്ന് മാറി വേറൊരാളായിരുന്നെങ്കിൽ ഞാനെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ എത്രത്തോളം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെയും നേർവഴിയുണ്ട്. നമ്മളിപ്പോ ഓരോ ദിവസവും കാണുന്നില്ലേ, മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിലേക്ക് നമ്മളെ മാതാപിതാക്കളെ കൊണ്ടുവരുന്ന ഉപേക്ഷിക്കുന്ന അനാഥമായ അനാഥാലയങ്ങളിൽ നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന, സ്വന്തം മകനെയും മകളെയും പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജിന്റെ അനാഥമായിട്ടുള്ള വരാന്തയില് വഴിക്കണ്ണുമായിരിക്കുമ്പോഴും തന്റെ അല്ലെങ്കിൽ പത്രക്കാരോ മറ്റുള്ളവരോ ചോദിക്കപ്പോൾ സ്വന്തം മക്കളുടെ പേരും അഡ്രസ്സും പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കരുതലോടുകൂടി ഇരിക്കുന്ന മാതാപിതാക്കളുടെ നമ്മളൊന്ന് ആലോചിച്ച്. അപ്പൊ നമ്മുടെ എത്ര പേര്, നമ്മളെല്ലാവരും ഇപ്പം പ്രായമുള്ളവരുണ്ടല്ലോ, നമ്മളെ വീട്ടിലെ ചെറുമക്കളോട് സൗഹൃദത്തോടെ സംസാരിക്കുവാൻ വിട്ടുകൊടുക്കുന്ന എത്ര തലമുറയുണ്ട്, എത്ര മക്കളുണ്ട് നമ്മൾക്ക്? നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും മൂലയിലിരിക്കുന്ന എത്രയും വലിയ അനുഭവ സമ്പത്തുള്ള ഇത്രയും വലിയ ഒരു ജീവിതം കണ്ടിട്ടുള്ള നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ കാരണവരായിട്ടുള്ള ആൾക്കാരോട് അവരോടൊന്ന് സംവദിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേര് അനുവദിക്കുന്നുണ്ട്? അവരുടെ അനുഭവങ്ങൾ ഒന്ന് പകർന്നു കൊടുക്കുവാൻ. ഇവിടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ജീവിതത്തിൽ നിരാശ തോന്നി തൂങ്ങിച്ചാകുന്ന വിഷമടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. 10ാം ക്ലാസ്സിൽ 10 വയസ്സുള്ളവന് ജീവിതം മടുത്തു എന്ന കാര്യത്തിലേക്ക് വന്നിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും അധികം നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഇതിപ്പോ ഈ ഇരിക്കുന്ന വേദിയിലുണ്ടല്ലോ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആഘോഷ ചടങ്ങുകൾ, മദ്യത്തിൽ അവസാനിക്കാത്ത ഏതെങ്കിലും ഒരു ആഘോഷ ചടങ്ങുകളുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുണ്ടല്ലോ, എത്ര പേര് നമ്മുടെ എല്ലാം ഈ ഒരു തലമുറയിൽ സ്വന്തം മക്കളോട് ഒരു നേരത്തെ ആഹാരം ഒരു വട്ടം മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? നമ്മൾ ചോറ് ബൈക്കുള്ള വിളമ്പി നമ്മുടെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്ന മക്കളല്ലാതെ എവിടെയുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ തന്റെ മകനോ മകൾക്കോ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ആ മാതാപിതാക്കൾ കഴിയും. അപ്പോഴേ അവന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും അവരെ കൂട്ടുചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. അവരുടെ തെറ്റുകൾ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവരെ തിരുത്തുവാൻ കഴിയും. എത്ര മാതാപിതാക്കൾക്ക് അത് കഴിയും? ഇന്ന് നമുക്കറിയാം നമ്മൾ ഏതെല്ലാം ഡ്രഗ്സിന്റെ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ 6 കോടിയിൽ പരം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതായിട്ടുള്ള വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എത്ര പേർക്ക് നമുക്ക് സമാധാനത്തോടുകൂടി നമ്മളെ മക്കളെ പുറത്തേക്ക് പറഞ്ഞു വിട്ടുകൾ അവരുടെ സൗഹൃദങ്ങൾ എന്താണെന്ന് അറിയാൻ അവർ ഇത്തരത്തിലുള്ള ഒരു സൗഹൃദങ്ങളിൽ ചെന്നപ്പെട്ട് നമ്മളുടെ കുടുംബങ്ങൾ നാമാവിശേഷമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള
അത്തരത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ചേർത്ത് പിടിക്കുവാനും അവരെ സ്നേഹത്തോടെ വളർത്തുവാനും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം നമ്മുടെ മക്കൾ നമ്മളിലേക്ക് തിരിച്ചു തരണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള മാതാപിതാക്കളോട് നമ്മൾ എത്രത്തോളം കരുതലോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും നമ്മൾ ചെയ്യുന്നുവോ അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. അവരേത് സ്ഥലത്ത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ധനം സമ്പാദിച്ചു കൊടുത്ത് അവരുടെ ലോകത്തിന്റെ ഏത് നെറുകയിലേക്ക് പോയിരുന്നാലും അവന്റെ ചിന്തയിൽ ഉണ്ടാവണം അവനാക്കിയിട്ടുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, അവന്റെ നാട്ടിലുള്ള നന്മയുള്ള മനുഷ്യരെ, അവന്റെ നല്ല സൗഹൃദങ്ങളെ അവൻ ഒരിക്കലെങ്കിലും ഓർത്താൽ ഒരിക്കലും അവന്റെ ഒരു തെറ്റുകാരനിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരുവാൻ ഈ ഒരു ഓണക്കാലത്ത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുവാൻ, നല്ല ചിന്തകൾ ഉണ്ടാകുവാൻ, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ അവർ വളർത്തിക്കൊണ്ടുവരുവാൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേവലം ഒരു ജോലി സമ്പാദിക്കുവാനുള്ള അല്ല, ജീവിതത്തിൽ അനുഭവങ്ങൾ സമ്പാദിക്കുവാനുള്ളതാണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ നിമിഷത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോയാലോ അല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതിന് അനുഭവ സമ്പത്തുള്ള നമ്മളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ സീനിയർ സിറ്റിസൺസിന് അവരുടെ അടുത്ത് ചെന്ന് അവരുമായി സൗഹൃദം ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ 10, 11, 12 മക്കളുണ്ടായിരുന്ന അവരുടെ കുടുംബത്തിൽ അവരെങ്ങനെയാണ് ആഹാരം ഷെയർ ചെയ്തിരുന്നത്, അവരെങ്ങനെയാണ് സൗഹൃദം പങ്കിട്ടിരുന്നത്, ആ ഒരു കാര്യം അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അവരെങ്ങനെയാണ് തരണം ചെയ്തത്, ആത്മഹത്യയിലേക്ക് പോകാതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല സൗഹൃദങ്ങളുള്ള ഒരു കൂട്ടായ്മ, അതിന്റെ ഒരു ഉത്തമ അല്ലെങ്കിൽ ഉദാഹരണമാണ് നിങ്ങളുടെ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുന്ന നല്ലവരായിട്ടുള്ള ഈ ചിറയൻകീഴിന്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ഗൾഫ് റിട്ടേണീസ്, ഈ നിങ്ങളുടെ പേരിന്റെ പോലെ തന്നെ സൗഹൃദമുള്ള നല്ല മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനും ഈ ഇനിയുള്ള കാലം നമുക്ക് ഓണം ആഘോഷിക്കുവാനും നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും നല്ല സ്നേഹമുള്ളവരായിട്ട് വളർത്തുവാനും കരുണയുള്ളതായിട്ട് വളർത്തുവാനും നന്മയുള്ളവരായിട്ട് വളർത്തുവാനും നമുക്ക് തിരിച്ച് ജീവിതത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് ഏറ്റവും നല്ല വലിയ മണമുള്ള പുഷ്പങ്ങളായിട്ടില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരാളിനെങ്കിലും മണം കൊടുക്കുന്ന നന്മ കൊടുക്കുന്ന നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൃതാർത്ഥമായെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഈ സൗഹൃദ വേദിയുടെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ നന്മകളും ഈ നാടിന് വേണ്ടി ചെയ്തു, അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു, കുടുംബത്തിന് ചെയ്തു. ഇനിയും അത് തുടരട്ടെ. നിങ്ങൾക്ക് നല്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ 5-നായിരുന്നു ഓണം. ആ ഓണം ഇത്രയും താമസിച്ച് അതിന്റെ എല്ലാ വൈബോടുകൂടി നിങ്ങൾ ആഘോഷിക്കുന്നു. ഈ സൗഹൃദ വേദിയിൽ വരുവാനും നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.